പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് 8000-ലധികം വാഗ്ദാനങ്ങൾ ബൈബിളിൽ ഉണ്ടെന്നാണ്. ഈ വാഗ്ദത്തങ്ങളൊക്കെ ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ്. ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പോകുന്നില്ല. പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് പോകാനുള്ള വഴിയാണ് യേശു. ഇനിയും പിതാവിൽ നിന്ന് അനുഗ്രഹം വരുന്നതും ആര് വഴിയാണ്? യേശുവിലൂടെയാണ്. ഫിലിപ്പി 4:19, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മൾ പറയാറില്ലേ, ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന്. അതെ, ക്രിസ്തുവാകുന്ന പാലത്തിലൂടെ, ക്രിസ്തുവാകുന്ന മീഡിയേറ്ററിലൂടെ നമുക്ക് പിതാവിന്റെ പക്കലേക്ക് പോകാം. പിതാവിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ഇങ്ങോട്ട് പ്രാപിക്കുകയും ചെയ്യാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇന്നത്തെ ദിവസം പെന്തക്കോസ്താ തിരുനാൾ ദിനമാണ്. അപ്പോസ്തലന്മാരും മാതാവും 120ഓളം പേര് സഹ്യോൻ ഊട്ടുശാലയിൽ ഇരുന്ന് 10ഓളം ദിനം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ വേണ്ട തരത്തിൽ ഒരുക്കിയിട്ടില്ലായിരിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ നിശ്ചയമില്ലായിരിക്കാം. വിഷമിക്കേണ്ടതില്ല. ഇന്ന് നമുക്ക് ആരംഭമിടാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, ശരീരത്തെ ഒരു ദേവാലയമാക്കി തരണം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, വികാരവിചാരങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പാപത്തിന് സമർപ്പിച്ച് ഉടഞ്ഞു ചിതറിയ ഒരു മൺപാത്രം പോലെ ആയിത്തീർന്ന മക്കളായിരിക്കാം നമ്മൾ. വിഷമിക്കേണ്ടതില്ല. നമ്മുടെ കർത്താവിന്റെ സ്പർശനത്താൽ നമുക്ക് മനോഹരമായ ഒരു പാത്രമായി തീരാൻ പറ്റും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മനോഹരമായ പാത്രം. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, നീ സ്പർശിച്ച് എൻ്റെ അശുദ്ധികളെല്ലാം മാറ്റി നല്ലൊരു വിശുദ്ധമായ പാത്രം കർത്താവിന് വസിക്കാൻ തക്ക വിധത്തിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ വസിക്കാൻ തക്ക വിധത്തിൽ എന്നെ ഒരു മനോഹരമായ ഒരു വിശുദ്ധ പാത്രമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവചനത്തിൽ നാം വായിക്കും, ദൈവം കുശവനാണ്, നാം കളിമണ്ണാണ്. കുശവൻ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ മെനയുമ്പോൾ നല്ല ആകൃതി വരുന്നില്ല, അല്ലെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. കുശവൻ അത് പ്രശ്നമല്ല, അദ്ദേഹം വീണ്ടും അതിനെ പുതുക്കി പണിയും. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ ജീവിതം പൊട്ടിപ്പൊളിഞ്ഞും തകർന്നും തരിപ്പണമായതാണ്. പ്രയാസപ്പെടേണ്ട. ഈ പൊട്ടിയ കഷ്ണങ്ങളോടുകൂടെ കർത്താവിന്റെ അത്ഭുതകരങ്ങളിൽ കൊടുത്തു നോക്കൂ. കർത്താവ് അത് വീണ്ടും മനോഹരമായ ഒരു പാത്രമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തും. കർത്താവിന്റെ ചൈതന്യത്തിന് വസിക്കാൻ വേണ്ടി ആണ് 2 കൊരിന്ത്യർ 1:20 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നമ്മൾ കേട്ടത്. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതെന്ന് തന്നെ. യേശു ക്രിസ്തു വഴി ഈ പരിശുദ്ധാത്മാവാകുന്ന ദാനം നമുക്ക് ലഭിക്കും. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു, അവിടുത്തെ മുദ്ര നമ്മളിൽ പതിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് നൽകുകയും അച്ചാരമായി തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അച്ചാരം എന്താ? അച്ചാരം അഡ്വാൻസ്. നമ്മളൊരു സ്ഥലം വാങ്ങിക്കാൻ പോവാണ്, ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. തീരെടുക്കുമ്പോഴോ മുഴുവൻ തുകയും കൊടുത്ത് ആ സ്ഥലം നമ്മൾ സ്വന്തമാക്കും. ഇതുപോലെ ദൈവം ഞാനും നിങ്ങളുമാകുന്ന സ്ഥലം എടുത്തു. അതിനുവേണ്ടി അവൻ അച്ചാരമായിട്ട് അഡ്വാൻസ് ആയിട്ട് ഇട്ടിരിക്കുന്ന എന്താണ്? ത്രിത്വൈക ദൈവത്തിലെ 3-ാമനായ വ്യക്തിയെ, അതായത് പരിശുദ്ധാത്മാവിനെ. അങ്ങനെയാണെങ്കിൽ അവൻ ഈ വസ്തു തീരെടുക്കാതിരിക്കുമോ? അവന്റെ സ്വന്തമാക്കാതിരിക്കുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:34 വാക്യത്തിൽ നാം വായിക്കും, ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത്, അളവ് കൂടാതെ നൽകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നാൽ അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ശക്തരായി തീരും. ശക്തി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാനുള്ള ശക്തി, പ്രതിസന്ധികളിൽ തകർന്നു പോകാതിരിക്കാനുള്ള ശക്തി, കൂടുതൽ സ്നേഹിക്കാനുള്ള ശക്തി, കൂടുതൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തി, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ സ്നേഹപൂർവ്വം ചെയ്യാനുള്ള ശക്തി, എളിമപ്പെടുന്ന അവസരങ്ങളിലൊക്കെ താഴ്മയായിട്ട് നിൽക്കേണ്ട അവസരങ്ങളിലൊക്കെ അത്തരത്തിൽ നിൽക്കാനുള്ള ദൈവിക ശക്തി. ഇതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത്. അല്ലാതെ വലിയ രോഗശാന്തി,
വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയുന്ന അവസ്ഥ, സ്നേഹ സ്വഭാവം നമ്മളിൽ വളരുക, ഇതാണ് ആത്യന്തികമായി നമ്മളിൽ നടക്കേണ്ട വ്യത്യാസം. അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് വാഴ നടാം, വാഴപ്പഴം ഉണ്ടാക്കാൻ സാധ്യമല്ല. നമുക്കൊരു മാവ് നടാം, മാമ്പഴം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം താനെ ഉണ്ടാകണം. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മൾ സ്നേഹ സ്വഭാവമുള്ള വ്യക്തികളായി മാറും, ക്ഷമിക്കുന്ന വ്യക്തികളായിട്ട് മാറും. പിന്നെ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമായി മാറും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പെന്തക്കോസ്താ തിരുനാൾ ദിനത്തിന്റെ ഈ ദിനം തന്നെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ, നിറവിന്റെ അനുഭവം നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവുമുണ്ട്. അഭിഷേകം എന്താണ്? അഭിഷേകം ദൈവത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യന് സ്വയം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മെ ശക്തരാക്കുന്ന കൃപയുടെ പേരാണ് അഭിഷേകം. അതുകൊണ്ട് ആ അഭിഷേകവും ഈ ദിവസം നമ്മുടെ കർത്താവ് നമ്മിൽ ചൊരിയട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.